ഗുഡ് മോദിക്ക മോർണിംഗ് ടീം. എല്ലാവരെയും ഹാർദവമായിട്ട് മോദിക്ക് അബംഗള ലണ്ടൻ റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷൻ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജോമേഷ് എം ജോസഫ്, കേരളത്തിന്റെ പ്രോഡക്റ്റ് ആൻഡ് ബിസിനസ് ട്രെയിനർ. നമ്മുടെ സ്കിന്നിനെ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ നിന്നും കംപ്ലീറ്റ്ലി മാറ്റി നമ്മുടെ സ്കിന്നിനെ തികച്ചും മാറ്റാനായിട്ട് സഹായിക്കുന്ന സെഗ്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ന്യൂ റേഞ്ച് ആണ് ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ ഈ പ്രോഡക്റ്റ് മനസ്സിലാക്കി മറ്റുള്ളവരിലോട്ട് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷൻ പ്രോഡക്ട്സ് പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. സ്കിന്നിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും മുകളിലത്തെ ലെയർ ആണ് എപ്പിഡെർമിസ് ലെയർ. അത് നമ്മുടെ ശരീരത്തിനൊരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്ത ലെയർ ആണ് ഡെർമിസ് ലെയർ. ഡെർമിസ് ലെയർ ആണ് സെൽ ടിഷ്യൂസും സെൽസും ഒക്കെ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ സ്കിന്നിന് സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും ലഭ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ഡെർമിസ് ലെയറിലുള്ള കൺസേൺസ് ആണ് നമ്മുടെ സ്കിന്നിനെ ഏജിങ്ങിലോട്ട് കടത്തിവിടുന്നത്. മൂന്നാമത്തെ ലെയർ ആണ് ഹൈപ്പോഡെർമിസ് ലെയർ. അത് ഏറ്റവും താഴത്തെ ലെയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. സബ്ക്യൂട്ടേനിയസ് ലെയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. ഫാറ്റ് സെൽസ് ആണുള്ളത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കി മനസ്സിലാക്കുക. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള വലതുഭാഗത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കൂ. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം എപ്പിഡെർമിസ് ലെയർ ഉണ്ട്. അതിന് താഴെ മധ്യഭാഗത്തായിട്ട് ഡെർമിസ് ലെയർ ഉണ്ട്. അതിനും താഴെ ഹൈപ്പോഡെർമിസ് ലെയർ. ഇങ്ങനെ 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മുടെ സ്കിന്ന് സ്ഥിതി ചെയ്യുന്നത്. ഡെർമിസ് ലെയറിൽ നമുക്ക് കൊളാജിൻ, എലാസ്റ്റിൻ ഫൈബേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് കാണാനായിട്ട് സാധിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിന്റെ കൊളാജിൻ, എലാസ്റ്റിൻ ബോണ്ട് അല്ലെങ്കിൽ ഫൈബർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി ഇന്നത്തെ പേജില് ഒരു ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജിങ് സ്കിന്നിനെ കൊടുത്തിട്ടുണ്ട്. അത്ര ഹെൽത്തി അല്ലാത്ത സ്കിൻ. സോ ഇവിടെ എപ്പിഡെർമിസ് ലെയർ നോക്കുക, ഡെർമിസ് ലെയർ നോക്കുക. സോ ആ എപ്പിഡെർമിസ് ലെയറും ഡെർമിസ് ലെയറും നമ്മൾ ആദ്യം കണ്ടതുപോലെയല്ല. കാരണം എപ്പിഡെർമിസ് ലെയറിൽ റിങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. മടക്കുകളും ചുളിവുകളും ഉണ്ട്. അത് ഏജിങ്ങിനെ സൂചിപ്പിക്കുന്നു. അതിന് താഴെ ഡെർമിസ് ലെയറിൽ നോക്കുക, കൊളാജിൻ, എലാസ്റ്റിൻ ഫൈബർ അതിന്റെ ബോണ്ടഡ് ആയിട്ടുള്ള അവസ്ഥയിലല്ല ഉള്ളത്. കൂടാതെ ഹൈലൂറോണിക് ആസിഡും കുറവാണ്. അപ്പൊ ഹൈലൂറോണിക് ആസിഡ് കുറഞ്ഞു വരുന്നു. കൊളാജിൻ, എലാസ്റ്റിൻ ഫൈബർ അതിന്റെ ബോണ്ട് നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ഏജിങ് അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ, ഏജിങ്ങിന്റെ സ്കിന്നിലുള്ള സിംറ്റംസ് ആണ് ഇതെല്ലാം. എന്താണ് ഏജിങ്? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏജിങ്ങിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ എപ്പോഴും ചിരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ലൈൻസ് എന്ന് പറയുന്ന നമ്മള് മുഖഭാവത്തില് നമ്മുടെ മുഖത്ത് വരുന്ന നേർത്ത പാടുകളും മറ്റും ചിരിക്കാത്ത സമയത്തും വിസിബിൾ ആയി മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് വിസിബിൾ ഫൈൻ ലൈൻസ് പറയുന്നത്. ഇത് ഏജിങ്ങിന്റെ തുടക്കമാണ്. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് റിങ്കിൾസ്. അതിന്റെ അഡ്വാൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് സാഗിങ്. ഇങ്ങനെ 3 സ്റ്റേജുകളായിട്ടാണ് കാണപ്പെടുന്നു: ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ആൻഡ് സാഗിങ്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ സ്കിൻ ഏജിങ്ങിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അത് മാത്രമല്ല, എന്തൊക്കെയാണ് ഏജിങ്ങിനോടനുബന്ധിച്ച് സ്കിന്നിൽ വരുന്ന മാറ്റമെന്ന് നോക്കാം. നമ്മുടെ സ്കിൻ റിന്യൂവൽ റേറ്റ് കുറയുന്നു. എന്താണ് സ്കിൻ റിന്യൂവൽ? നമ്മുടെ പുതിയ സ്കിൻ സെൽസ് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ ഉണ്ടാവുന്നു. അത് മച്വർ ആവുന്നു. ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങുന്നു. അതുവഴിയായിട്ട് സാധാരണ ഒരു
17 മുതൽ 21 ദിവസത്തെ പ്രോസസ്സ് കൂടുതലായിട്ടുള്ള സമയം എടുക്കുന്നു. അതുവഴി നമ്മുടെ സ്കിന്നിന്റെ ആ സ്വാഭാവികമായിട്ടുള്ള സോഫ്റ്റ്നെസ് കുറഞ്ഞു വരുന്നു. കൂടുതലായിട്ട് ഡെഡ് സ്കിൻ സെൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. പോർസ് കമ്പാരിറ്റീവ്ലി ലാർജർ ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ സ്കിന്ന് ഡള്ളായി മാറുന്നു. കൊളാജിൻ, എലാസ്റ്റിൻ, ഫൈബർ സ്കിന്നിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു. അവരുടെ ബോണ്ട് നഷ്ടപ്പെടുന്നു. അത് സ്കിന്നില് ഫൈൻ ലൈൻസിനും റിങ്കിൾസിനും ഒക്കെ കാരണമാവുന്നു. അതുപോലെ സ്കിന്നിന് സാധാരണഗതിയിൽ സ്കിന്ന് ഹോൾഡ് ചെയ്തിരുന്ന ന്യൂട്രിയൻസിനെ സ്കിന്നിൽ നിലനിർത്താൻ സാധിക്കാതെ വരുന്നു. സ്കിൻ ഡി എൻ എ ഡാമേജ്ഡ് ആവുന്നു. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കളർ ചേഞ്ച്, അൺഈവൻ സ്കിൻ ടോൺ, ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നീ കൺസേൺസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്ത് തുടങ്ങുന്നു. അതുപോലെ വളരെ പെട്ടെന്ന് അലർജൻസും ബാക്ടീരിയാസും ഒക്കെ നമ്മുടെ സ്കിന്നിനെ അസ്വസ്ഥപ്പെടുന്നു. ഇതെല്ലാം ഏജിങ്ങിനോടനുബന്ധിച്ച് സ്കിന്നുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ പ്രായം കൂടുന്തോറും എസ്പെഷ്യലി ഒരു 30+ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നു. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു 30+ ഇയേഴ്സിൽ നമ്മുടെ സ്കിന്നിന് സംഭവിക്കുക? സ്കിന്നിന്റെ യുവത്വം കുറഞ്ഞു വരുന്നു, അത് നഷ്ടപ്പെടുന്നു. സ്കിൻ വളരെ പെട്ടെന്ന് ഡള്ളായിട്ട് കാണപ്പെടുന്നു. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള കാന്തി കുറഞ്ഞുന്നു. കണ്ണുകളുടെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് ഐ ബാഗ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇങ്ങനെ നീര് വന്ന് വീർത്ത പോലെ ഇരിക്കുന്ന അവസ്ഥയാണ് പഫിനെസ് എന്നും വിളിക്കാറുണ്ട്. ഐ ബാഗ്സ് ഫോം ചെയ്യുന്നു. കണ്ണുകളുടെ ഈ ഭാഗം ഡാർക്ക് ആയി മാറുന്നു. കമ്പാരിറ്റീവ്ലി നമ്മുടെ സ്കിൻ ബ്രീതിങ്ങിന് വേണ്ടിയുള്ള പോർസ് വലുതാവുന്നു. അതുവഴി ഓയിൽ സെക്രീഷൻ കൂടുതലായിട്ട് സ്കിന്നിൽ സംഭവിക്കുന്നു. ഈ ഭാഗത്തെ കൊളാജിൻ, എലാസ്റ്റിൻ, ഫൈബർ ബോണ്ട് നഷ്ടപ്പെട്ടു പോയി ക്രോഫിറ്റ് എന്ന് പറയുന്ന അവസ്ഥ സംജാതമാകുന്നു. അതുപോലെ സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള ആ കളർ നഷ്ടപ്പെടുന്നു, മങ്ങലേൽക്കുന്നു. എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള സ്കിൻ കളർ അല്ലാത്ത സ്കിൻ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണിൽ ആയി മാറുന്നു. അതുപോലെ ചുണ്ടുകൾക്ക് മുകളിലായിട്ട് അപ്പർ ചുണ്ടില് ലൈൻസ് ഫോം ചെയ്യുന്നു. ഈ ചീക്സ് സാഗ് ചെയ്യാനായിട്ട് താഴോട്ട് തൂങ്ങി വരാനായിട്ട് തുടങ്ങുന്നു. ഈ ഭാഗമൊക്കെ തൂങ്ങി വരുന്നു. സോ ഇതൊക്കെയാണ് വിസിബിൾ ആയിട്ട് ഒരു 30-നോടനുബന്ധിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നത്. ഇതെല്ലാം വേണമെന്നല്ല, ഇതിൽ ഏതെങ്കിലും 1-2 ഒക്കെ ഇന്റൻസീവ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കണ്ടു തുടങ്ങുന്നു. അതിനെയാണ് സ്കിൻ ഏജിങ് എന്ന് പറയുന്നത്. ഏജിങ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ ശരിയായ രീതിയിൽ സ്കിന്ന് പരിചരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റിയെ നമുക്ക് കുറയ്ക്കാനും പരമാവധി പ്രസരിപ്പിലും യുവത്വത്തിലും ഒക്കെ സ്കിന്നിനെ നിലനിർത്താനും സാധിക്കുന്നതാണ്. ഇനി എന്താണ് പ്രീമച്വർ ഏജിങ് നോക്കാം. സാധാരണഗതിയിൽ കൂടുതൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ബോഡി ഏജിനെ കഴിഞ്ഞും കൂടുതൽ സ്കിൻ ഡാമേജ്ഡ് ആയിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനാണ് പ്രീമച്വർ ഏജിങ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ പ്രായത്തെ കഴിഞ്ഞ് കൂടുതൽ സ്കിന്നിനെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, ഏജിങ് സൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീമച്വർ ഏജിങ് എന്ന് പറയുന്നത്. പ്രീമച്വർ ഏജിങ് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നതിന് സാധാരണയായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് വാട്ടർ ലോസ്, സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള ഹൈഡ്രേഷൻ, നനുനനുപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. അത് സ്കിൻ ഡ്രൈ ആവുന്നതിനും റഫ് ആവുന്നതും ഡാമേജ്ഡ് ആവുന്നതിന് കാരണമാവുന്നു. അതുപോലെ UV റേസ്, UVA ആൻഡ് B റേസ് സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഡാമേജസ് സ്കിൻ സെൽസിനെ അഫക്റ്റ് ചെയ്യുന്നു, അതിന്റെ ഹെൽത്തിനെ ബാധിക്കുന്നു. നമ്മുടെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് നമുക്ക് ലഭ്യമാവാത്തത് തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, പ്രീമച്വർ ഏജിങ്ങിലോട്ട് തള്ളിവിടുന്ന ഒന്നാണ്. കൂടാതെ എൻവയൺമെന്റൽ പൊല്യൂഷൻസും ടോക്സിൻസും നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടുന്നു. ഇറിറ്റൻസ് മറ്റും സ്കിന്നിന് ഇറിറ്റേഷൻസും അലർജീസും കോസ് ചെയ്യുന്നു. കൂടാതെ കൊളാജിൻ, എലാസ്റ്റിൻ ബോണ്ട് കുറയുന്നു. കൊളാജിൻ, എലാസ്റ്റിൻ ഫൈബർ നഷ്ടപ്പെടുന്നു. സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ യുവത്വവും പ്രസരിപ്പും കുറഞ്ഞു വരുന്നു, ഡള്ളാവുന്നു. ഹൈലറോണിക് ആസിഡ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ, കുറയുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന് ആവശ്യത്തിന് ഹൈഡ്രേഷൻ നിലനിർത്താൻ സാധിക്കാതെ വന്ന റഫും ഡ്രൈയും ഡാമേജുമായിട്ട് മാറും. ഇതൊക്കെയാണ് പ്രീമച്വർ ഏജിങ്. ഇങ്ങനെയൊക്കെയാണ് പ്രീമച്വർ ഏജിങ് സംഭവിക്കുക. പക്ഷേ പ്രീമച്വർ ഏജിങ് നമുക്ക് തീർച്ചയായിട്ടും തടയാനായിട്ട് സാധിക്കുന്നതാണ്. ശരിയായ രീതിയിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള പരിചരണം സ്കിന്നിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രീമച്വർ ഏജിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധ്യമാണ്.
അപ്പൊ അതിനുള്ള ശരിയായ മാർഗം എന്ന് പറയുന്നത് റെഗുലർ സ്കിൻ കെയർ റെജിം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് റെഗുലർ സ്കിൻ കെയർ റെജിം? ക്ലെൻസിങ്, ടോണിങ്, ട്രീറ്റ്മെന്റ്, മോയ്സ്ചറൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്ലെൻസിങ്, ടോണിങ്, ട്രീറ്റ്മെന്റ്, മോയ്സ്ചറൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതിൽ തന്നെ ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസേഷനും നമ്മൾ എല്ലാവരും സ്കിന്നിന് യാതൊരുവിധ കൺസേൺസ് ഇല്ലാത്തവരാണെങ്കിൽ പോലും അവരുടെ സ്വാഭാവികമായിട്ടുള്ള സ്കിന്നിന്റെ അഴകും ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസേഷൻ. അതുപോലെ ആവശ്യകത അനുസരിച്ച് ട്രീറ്റ്മെന്റും പ്രൊട്ടക്ഷനും നമുക്ക് സ്കിന്നിന് കൊടുക്കാവുന്നതാണ്. എന്താണ് ഈ 5 ടേംസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഏജ് റീഡിഫൈൻഡ് സ്കിൻ കെയർ സൊല്യൂഷനിലുള്ള പ്രോഡക്റ്റിനെ നമുക്ക് ഈ സ്റ്റെപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാനും റെക്കമെൻഡ് ചെയ്യാനും സാധ്യമായിരിക്കും. എന്താണ് ക്ലെൻസിങ്? സ്കിന്നിനെ, പോർസിനെ ഓപ്പൺ ചെയ്ത് വളരെ ഇഫക്റ്റീവ് ആയിട്ടും അതേസമയം ജെന്റിലായിട്ടും സോഫ്റ്റ് ആയിട്ടും ഡസ്റ്റ്, ഡേർട്ട്, എക്സസ് ഓയിൽ എന്നിവയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കും പൊടിപടലങ്ങളും എണ്ണമയവും ഒരു പരിധി വരെയുള്ള ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് അതേസമയം സ്കിന്നിനെ ഒട്ടും അഫക്റ്റ് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും 2 നേരം നമ്മുടെ സ്കിന്നിനെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലെൻസർ ഉപയോഗിക്കേണ്ടതാണ്. ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. സാധാരണഗതിയിൽ ക്ലെൻസർ ഒരു ഡീപ്പ് ക്ലീനിങ് ഏജന്റ് എന്നാണ് പറയാ. കാരണം നമ്മുടെ സുഷിരങ്ങളെ, സ്കിന്നിലുള്ള സുഷിരങ്ങളെ ഓപ്പൺ ചെയ്ത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് സ്കിന്നെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ക്ലെൻസർ ഒരു ഡീപ്പ് ക്ലെൻസിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലെൻസിങ് ഏജന്റ് എന്നാണെന്ന് പറയുക. ക്ലെൻസിങ്ങിന് ശേഷമാണ് ടോണിങ്. ടോണറിന്റെ ഉപയോഗത്തെയാണ് ടോണിങ് എന്ന് പറയുന്നത്. ടോണർ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തോളൂ. ടോണർ ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഒരു അഡീഷണൽ ലെവൽ ഓഫ് ക്ലീനിങ് നമുക്ക് ലഭിക്കും. ഉദാഹരണമായിട്ട് ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നീക്കം ചെയ്യാത്ത ഡസ്റ്റോ ഡേർട്ടോ ഒക്കെ ഉണ്ടെങ്കിലും ക്ലെൻസറിന്റെ തന്നെ റിമൈനിങ്സും കംപ്ലീറ്റ്ലി സ്കിന്നിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് ടോണറിന് സാധ്യമാണ്. അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് ക്ലീനിങ്. രണ്ടാമതായിട്ട് ടോണർ ഉപയോഗിക്കുന്ന വഴിയായിട്ട് ക്ലെൻസർ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത സുഷിരങ്ങളെ അതിന്റെ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരുന്നു. മൂന്നാമതായിട്ട് നമ്മുടെ സ്കിന്നില് വാട്ടർ ഓയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് സ്കിൻ ഡ്രൈ ആവാതെയും ഓയിലി ആവാതെയും കാത്ത് സംരക്ഷിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഏതൊരു പ്രോഡക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്താലും അതിന്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്നു. അതുവഴി നമുക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റർ റിസൾട്ടും ബെറ്റർ റിസൾട്ടും കിട്ടുന്നതിന് സഹായകമാകും. സ്കിന്നിലോട്ട് മറ്റ് പ്രോഡക്ട്സിനെ അബ്സോർബ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതിനും ടോണർ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ ടോണർ ചെയ്യുന്നത്. ടോണറിന്റെ ഉപയോഗത്തെയാണ് ടോണിങ് എന്ന് പറയുന്നത്. ടോണിങ്ങിന് ശേഷം നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. നമ്മുടെ സ്കിന്നിൽ ഫേസ് ചെയ്യുന്ന കൺസേൺസ് ഉണ്ടെങ്കിൽ ജനറൽ പരിചരണമല്ലാതെ സാധാരണ നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന് ഉപരിയായിട്ട് നമ്മുടെ സ്കിന്നിൽ സംഭവിച്ചിട്ടുള്ള ഡാമേജിനെ റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് നമ്മൾ ടോണറിന് ശേഷം മോയ്സ്ചറൈസേഷന് മുൻപായിട്ടാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രീറ്റ്മെന്റ് നീഡ് ബേസ്ഡ് ആണ്. റെഗുലർ ആയിട്ട് രാവിലെയും വൈകിട്ടും 2 നേരം ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസേഷനും ചെയ്യാം. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, കൺസേൺസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അത് ടോണറിന് ശേഷം മോയ്സ്ചറൈസറിന് മുൻപായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. 4ാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ. ഒരു മോയ്സ്ചറൈസറിന്റെ ഉപയോഗത്തെയാണ് മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഇതും ഡെയിലി സ്കിൻ കെയർ റെജിമിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ സ്കിന്നിനെ 2 രീതിയിലാണ് മോയ്സ്ചറൈസർ സംരക്ഷിക്കുക. ഒന്ന്, ഉള്ളിൽ നിന്ന് പരമാവധി നനുനനുപ്പ് കൊടുത്ത് സ്കിന്നിനെ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉള്ള
ഇസെൻഷ്യൽ ആയിട്ടുള്ള മോയ്സ്ചർ നഷ്ടപ്പെട്ടു പോവാതെ ഒരു മോയ്സ്റ്റ് ബാരിയർ ഫോം ചെയ്ത് സ്കിന്നിൽ പരമാവധി ന്യൂട്രിയൻസിനെയും ഹൈഡ്രേഷനെയും ഒക്കെ ഹോൾഡ് ചെയ്ത് നിലനിർത്തി സ്കിന്നിനെ മെച്ചപ്പെടുത്തുന്നതിനെയാണ് മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ക്ലെൻസിങ്, ടോണിങ്, ട്രീറ്റ്മെന്റ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത്, അതിനുശേഷം മോയ്സ്ചറൈസർ നമ്മൾ ഉപയോഗിക്കണം. 2 നേരം, രാവിലെയും വൈകിട്ടും 2 നേരം നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 5ാമത്തെ സ്റ്റെപ്പാണ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് SPF പ്രോഡക്ട്സിന്റെ ഉപയോഗമാണ്. നമുക്ക് UV റേസിൽ നിന്നാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുക. സാധാരണഗതിയിൽ SPF പ്രോഡക്ട്സ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. ചില മോയ്സ്ചറൈസറിൽ SPF പ്രോഡക്ട്സ് അടങ്ങിയിട്ടുണ്ടാവും, SPF കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസേഷനും പ്രൊട്ടക്ഷനും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ട്രീറ്റ്മെന്റും പ്രൊട്ടക്ഷനും നീഡ് ബേസ്ഡ് ആണ്. ഒരു വ്യക്തിക്ക് അവരുടെ സ്കിന്നിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. തീർച്ചയായിട്ടും ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസേഷനും റെഗുലർലി മോർണിംഗ് ആൻഡ് ഈവനിങ് 2 നേരം നമ്മൾ സ്കിന്നിനെ ചെയ്യേണ്ടതാണ്. സ്കിന്നിന്റെ പരിപാലനം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഫ്രണ്ട്സ്. ക്ലെൻസിങ് എന്താണ്, ടോണിങ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, മോയ്സ്ചറൈസേഷൻ എന്താണ്, പ്രൊട്ടക്ഷൻ എന്താണ് എന്നത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് കിടക്കാം. ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷൻ ആണ്. ഒരു 30+, 30 മുതൽ മുകളിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും ഏജിങ് കുറയ്ക്കാനായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന, ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ റേഞ്ച്. ഓരോരോ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്കിന്നില് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ 100% പരിഹരിച്ച് നമ്മുടെ സ്കിന്നിനെ അതിന്റെ യുവത്വത്തിലും പ്രസരിപ്പും നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റേഞ്ചാണ് ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ. കാലം നമ്മുടെ സ്കിന്നില് ചെയ്തു വെക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് സ്കിന്നിനെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷൻ റേഞ്ച് സഹായകമാണ്. എന്താണ് ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ റേഞ്ചിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. 2 വ്യത്യസ്തമായിട്ടുള്ള കോംപ്ലക്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഒന്ന് എപ്പിലിഫ്റ്റ് കോംപ്ലക്സ്, 3C ആക്ഷൻ സിസ്റ്റം. എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ ലഭ്യമാവുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആന്റി ഏജിങ് സ്കിൻ കെയർ സൊല്യൂഷൻ ആണ് നമുക്ക് ഏജ് റീഡിഫൈനിങ് റേഞ്ചിൽ ലഭ്യമാവുന്നത്. നമ്മുടെ സ്കിന്നില് കണ്ടുവരുന്ന ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ, കൺസേൺസിനെ പരിഹരിക്കുന്നതിനും നമ്മുടെ സ്കിന്നിനെ അതിന്റെ യുവത്വത്തിലും പ്രസരിപ്പിലും നിലനിർത്തുന്നതിനും സഹായകമാണ് ഈ സെഗ്മെന്റ്. എന്താണ് ഏജ് റീഡിഫൈനിങ് റേഞ്ച്, അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇതൊരു ആന്റി ഏജിങ് റേഞ്ച് ആണ്. റേഞ്ച് മീൻസ് കംപ്ലീറ്റ് പ്രോഡക്റ്റ് സെഗ്മെന്റ് നമുക്ക് അവിടെ ലഭ്യമാണ്, പ്രോഡക്റ്റ് സെറ്റ്സ് നമുക്ക് ലഭ്യമാണ്. 30-ന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആന്റി ഏജിങ് റേഞ്ച് ആണ്. 30-ന് ശേഷം എന്ന് പറയുന്നത് ഒന്നും കൂടി എടുത്തു പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളതാണ്. 30+ എന്ന് പറയുന്നത് നമുക്ക് ഇനീഷ്യൽ നമുക്ക് ഏജിങ് സയൻസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ, പ്രീമച്വർ ഏജിങ് ഉണ്ടെങ്കിൽ, ഒരു 26+ തന്നെ നമുക്ക് ഏജിങ്ങിൻ്റെതായിട്ടുള്ള നേരത്തെ പറഞ്ഞ ഡാമേജസോ കൺസേൺസോ ഒക്കെ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. 30-ന് ശേഷം എന്ന് പറയുന്നു നമുക്കൊരു 26-27+ ഏജിങ് സ്കിന്നിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. സ്കിന്നിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന്, ഫേം അപ്പ് ചെയ്യുന്നതിന്, ദൃഢപ്പെടുത്തി ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിച്ച് ആരോഗ്യമുള്ള യുവത്വം തുളുമ്പുന്ന സ്കിന്നാക്കി മാറ്റുന്നതിന് സഹായകമാണ് ഈ ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ റേഞ്ച്. എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും C3 ആക്ഷൻ സിസ്റ്റത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. എപ്പിലിഫ്റ്റ് കോംപ്ലക്സ് ടെക്നോളജി നമ്മുടെ സ്കിന്നിലെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്ത് സ്കിന്നിനെ ഫേംനെസ്സും ദൃഢതയും കൈവരിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ യുവത്വം നിലനിർത്തുന്നു. 3C ആക്ഷൻ സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് സ്കിന്നിനെ ഡാമേജസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. സ്കിൻ ആവശ്യമായിട്ടുള്ള
പരിചരണം കൊടുക്കുന്നു. കൂടാതെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ ഒക്കെ കൊടുത്ത് അതിനെ ആശ്വസിപ്പിക്കുന്നു, സൂതിങ് എഫക്ട് കൊടുക്കുന്നു. സോ 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും ഒരു ടെക്നോളജി, ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ പ്രോഡക്റ്റിലുള്ളത്. 3C സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട്, കെയർസ് ആൻഡ് കംഫർട്ട്സ്. കൂടാതെ എൻവയൺമെന്റ് ഡാമേജിൽ നിന്ന് വളരെ എഫക്റ്റീവ് ആയിട്ട് സ്കിന്നെ പ്രതിരോധിക്കുന്നു. പരമാവധി ഹൈഡ്രേഷൻ കൊടുത്ത സ്കിന്നിനെ സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും നിലനിർത്തുകയും ഡ്രൈ ലൈൻസും തടയുകയും സ്കിൻ റഫ് ആവുന്നത് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്കിൻ ഒത്തിരി സോഫ്റ്റ് ആകുന്നു, ഹെൽത്തി, ആരോഗ്യമുള്ളതായിട്ട് മാറാൻ ഈ ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സൊല്യൂഷന് സഹായകമാണ്. എന്താണ് എപ്പിലിഫ്റ്റ് കോംപ്ലക്സ് ടെക്നോളജി എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സ്കിന്നില് ഏജിങ് കുറയ്ക്കുന്നതിന്, യുവത്വം നിലനിർത്തുന്നതിന് വളരെ അനിവാര്യമാണ് കൊളാജിൻ. നമ്മുടെ ശരീരം തന്നെ കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമുക്ക് ഏജിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആവശ്യത്തിന് കൊളാജിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി തന്നെ കൊളാജിൻ നമ്മുടെ സ്കിന്നിന് പരമാവധി ഹൈഡ്രേഷൻ, നനുനനപ്പ് നിലനിർത്താൻ സഹായകമാണ്. കൂടാതെ സ്കിന്നെ ഫേം അപ്പ്, ദൃഢപ്പെടുത്തുന്നു, അതിന്റെ ഇലാസ്റ്റിസിറ്റിയെ മെച്ചപ്പെടുത്തുന്നു. അതുവഴിയായിട്ട് യുവത്വം സ്കിന്നിൽ നിലനിർത്തുന്നതിന് സഹായകമാണ് ഈ റീഡിഫൈൻഡ് സ്കിൻ കെയർ സെഗ്മെന്റിലുള്ള എപ്പിലിഫ്റ്റ് കോംപ്ലക്സ് ടെക്നോളജി. അപ്പം എപ്പിലിഫ്റ്റ് കോംപ്ലക്സ് ടെക്നോളജി അടങ്ങിയ ഈ റീഡിഫൈൻഡ് സ്കിൻ കെയർ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന വഴിയായിട്ട് നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ട് കൊളാജിന്റെ അവസ്ഥ മെച്ചപ്പെടുന്നു. അതുവഴിയായിട്ട് സ്കിന്ന് ഒത്തിരി ഫേം ആവുന്നു, സ്കിന്ന് ഇലാസ്റ്റിസിറ്റി കൈവരുന്നു. അങ്ങനെ യുവത്വം തുളുമ്പുന്ന സ്കിന്നായി മാറ്റുന്നതിന് സഹായകമാണ്. രണ്ടാമത്തതാണ് 3C ആക്ഷൻ സിസ്റ്റം. കോമ്പാക്ട്സ് മീൻസ് നമ്മുടെ സ്കിന്നിനെ, സെൽസിനെ ഫ്രീ റാഡിക്കൽ ഡാമേജസ് നിന്ന് പ്രതിരോധിക്കുന്നു. കെയർ, സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നു. എങ്ങനെ? സ്കിന്നിന് ആവശ്യത്തിനുള്ള കൊളാജിൻ, യുവത്വത്തിലും സോഫ്റ്റ്നെസ് നിർത്താൻ സഹായമായിട്ടുള്ള കൊളാജിൻ പ്രൊഡക്ഷനെ മെച്ചപ്പെടുത്തി സ്കിൻ റിന്യൂവൽ പ്രോസസ്സിനെ മെച്ചപ്പെടുത്തി അങ്ങനെ സ്കിന്നിന് ഒരു സോഫ്റ്റ് സ്മൂത്തും ആക്കിയും സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പരിചരണം, ശ്രദ്ധ കൊടുക്കുന്നു. കംഫർട്ട്, സ്കിന്നിനെ ആശ്വസിപ്പിക്കുന്നു. എങ്ങനെ? ആവശ്യമായിട്ടുള്ള മോയിസ്റ്റ് സ്കിന്നിൽ റീറ്റെയിൻ ചെയ്ത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. 3C ആക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കോമ്പാക്ട്, ഫ്രീ റാഡിക്കൽ ഡാമേജ്, ദാറ്റ് മീൻസ് ഫ്രീ റാഡിക്കൽ ഡാമേജിനെ ചെറുക്കുന്നു. സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കൊളാജിൻ കൊടുത്ത് അതിന്റെ റിന്യൂവൽ പ്രോസസ്സിനെ മെച്ചപ്പെടുത്തി സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നു. കൂടാതെ സ്കിന്നിന് സ്വാഭാവികമായിട്ടുള്ള ഹൈഡ്രേഷൻ, നനുനനപ്പ് നിലനിർത്തി സ്കിന്നില് ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ റീഡിഫൈൻഡ് സ്കിൻ കെയർ സൊല്യൂഷൻ റേഞ്ചിലെ ഫീച്ചേഴ്സും പ്രോഡക്റ്റിന്റെ പ്രത്യേകതകളും അത് നമുക്ക് നേടിത്തരുന്ന ബെനിഫിറ്റ്സും ആണ്. വിറ്റാമിൻ എയിലാൽ സമ്പുഷ്ടമാണ് ഈ റീഡിഫൈൻഡ് സ്കിൻ കെയർ സൊല്യൂഷൻ. അതുവഴിയായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സ് സ്കിന്നിൽ നേടിത്തരുന്ന വഴിയായിട്ട് സ്കിൻ സെൽ ഡാമേജസ് കുറയുന്നു, ഏജിങ്ങില് അകറ്റാൻ സഹായിക്കുന്നു, യുവത്വത്തിൽ സ്കിന്നെ നിലനിർത്തുന്നു. കൂടാതെ എലാസ്റ്റിനും കൊളാജിനും മെച്ചപ്പെടുത്തി സ്കിന്നിന്റെ ഫേമനസും ഇലാസ്റ്റിസിറ്റിയും വീണ്ടെടുക്കുകയും ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലെയുള്ള സാധ്യതകളെ ചെറുക്കുകയും ചെയ്യുന്നു. എക്സസ് ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് വിറ്റാമിൻ എ സഹായകമാണ്. സ്കിൻ റീജനറേഷൻ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തുന്നു. പോർസിനെ ഓപ്പൺ ചെയ്ത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ക്ലീൻ ചെയ്ത് സ്കിന്നെ ഹെൽത്തി, ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. സ്വാഭാവികമായിട്ടുള്ള കാന്തിയോട് കൂടിയുള്ളതാക്കി മാറ്റുന്നു. അടുത്തായിട്ട് വിറ്റാമിൻ സി ആണ്. പ്രീമച്യൂർ ഏജിങ് സ്കിന്നിൽ കുറയ്ക്കുന്നതിന് വളരെ ഇഫക്റ്റീവ് ആണ് വിറ്റാമിൻ സി. കൂടാതെ സ്കിന്നിന്റെ ഒരേയുള്ള പോലെയുള്ള കളർ, ഈവൻ ടോണും സപ്പിൾനെസ്സും സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ മെലാനിൻ പ്രൊഡക്ഷനെ ഒന്ന് ക്രമപ്പെടുത്തുന്നതിനും വിറ്റാമിൻ സി സഹായകമാണ്. അതുവഴിയായിട്ട് സ്കിന്നിന്റെ ബ്രൈറ്റനിങ്, ഇലുമിനേഷനെ അത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ഹൈലറോണിക് ആസിഡ് പരമാവധി മോയിസ്റ്റ് സ്കിന്നിൽ റീറ്റെയിൻ ചെയ്യുന്നതിനും ഹൈലറോണിക് ആസിഡിന്റെ കുറവ് കൊണ്ട്, അഭാവം കൊണ്ട് സ്കിൻ ഡ്രൈ ആവുന്നു, ഡാമേജ് ആവുന്നു, റഫ് ആവുന്നു തടയാൻ സഹായിക്കുന്നു. സ്കിൻ ഒരു കുഷനിങ്ങും ലൂബ്രിക്കേഷൻ ഇഫക്റ്റും കൊടുക്കുന്നു. കൂടാതെ സ്കിന്നിനെ യുവത്വമുള്ളതാക്കി മാറ്റുന്നു, ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു, സോഫ്റ്റ് മൃദുത്വമുള്ളതാക്കി മാറ്റുന്നു, അതിനെ ഇലാസ്റ്റിസിറ്റി ഉള്ളതാക്കി മാറ്റുന്നു, ടോൺ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു.
വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ് ഈ എല്ലാ പ്രോഡക്റ്റിനും ഉള്ളത്. നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാവുന്നില്ല. വളരെ എളുപ്പത്തിൽ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ആവുന്നു. ഇതിന്റെ കണ്ടൻസ് ഇറ്റലിയിലാണ് നിന്നാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആക്റ്റീവ്സ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ബ്രസീലിൽ നിന്നുള്ളതാണ്. വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, ഫോർമുലേഷൻസ് ആണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് സ്കിന്നിലെ ഏജിങ്ങിനെ അകറ്റാൻ സഹായിക്കുന്നു. കൂടാതെ പ്രോഡക്റ്റ് എല്ലാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ആണ്. സ്കിൻ എക്സ്പേർട്സ് ടെസ്റ്റ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയതാണ് എന്ത് സ്കിന്നിൽ ഇത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. 100% ക്രൂവൽറ്റി ഫ്രീ ആണ്. ദാറ്റ് മീൻസ് ഒരു ആനിമൽസിനെയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈവൻ ടെസ്റ്റിംഗ് പോലും നമ്മൾ ഹ്യൂമൻ വോളണ്ടിയേഴ്സിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 100% വെജിറ്റേറിയൻ പ്രോഡക്റ്റ് ആണ്. ആനിമൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടില്ല. പാരബൻസോ മിനറൽ ഓയിൽസോ ആഡഡ് ഫ്രേഗ്രൻസോ സാധാരണ ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൽ കണ്ടുവരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പാരബൻസോ മിനറൽ ഓയിൽസോ ആഡഡ് ഫ്രേഗ്രൻസോ അടങ്ങിയിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ആരോഗ്യമുള്ളതാക്കി പരിചരിക്കുന്നതും സ്കിന്നിനെ അതിന്റെ യുവത്വത്തിലും പ്രസരിപ്പിനും നിലനിർത്തുന്നതിനും സ്കിൻ ഏജ് റീഡിഫൈനിങ് റേഞ്ച് സഹായകമാണ്. ഇത്രയാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രോഡക്ട്സ് ആണ്. അപ്പം ബേസ് നമ്മൾ ഇപ്പൊ അടിസ്ഥാനം നമ്മൾ ഈ പ്രോഡക്റ്റിനെ പറ്റി ഇട്ടു. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി ജസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ സെഗ്മെന്റിലെ 6 പ്രോഡക്റ്റിനെ നമ്മൾ ഈ സ്റ്റെപ്പുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതുവരെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഈ പ്രോഡക്റ്റിലോട്ട് കിടക്കാം. സ്റ്റെപ്സ് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർക്ക് പ്രോഡക്റ്റിനെ വെറുതെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഓക്കെ ടീം, നമുക്ക് തിരിച്ചു വരാം. ഈ ഇത്രയും പറഞ്ഞ ജനറൽ സ്കിൻ കെയർ റെജിം, അതിന്റെ സ്റ്റെപ്പ് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസേഷൻ അല്ലെങ്കിൽ ക്ലെൻസിങ്, ടോണിങ്, ആവശ്യമനുസരിച്ച് ട്രീറ്റ്മെന്റ്, മോയ്സ്ചറൈസേഷൻ, പ്രൊട്ടക്ഷൻ, ഈ സ്റ്റെപ്സിൽ അവ്യക്തമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മുൻപോട്ട് നീങ്ങുകയാണ്. 6 വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് 6ഉം ഏജ് റീഡിഫൈൻ സ്കിൻ കെയർ സെഗ്മെന്റിലാണ്. അർബൻ കളർ ലണ്ടൻ എന്ന ബ്രാൻഡിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പൊ നമുക്ക് അർബൻ കളർ ലണ്ടൻ ഏജ് റീഡിഫൈനിങ് റേഞ്ചിലെ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലെൻസർ ആണ്. ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പ്രോഡക്റ്റ്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോം ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ ആണ് ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ. ഉപയോഗിക്കുന്ന വഴിയായിട്ട് സ്കിന്നിനെ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കിന്നിനെ ഏജിങ് പ്രതിരോധിക്കുന്നതിനും സ്കിന്നിലെ യുവത്വത്തിൽ നിലനിർത്തുന്നതിനും സോഫ്റ്റും സ്മൂത്തും ആക്കുന്നതിലും ഇത് സഹായകമാണ്. അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസിനെ അകറ്റുന്നു. പോർസ് ഓപ്പൺ ചെയ്ത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നു. സർഫസ് ഓയിലിനെയും മറ്റ് ഇംപ്യൂരിറ്റീസിനെയും ഇത് നീക്കാൻ സഹായിക്കുന്നു. സ്കിൻ വൃത്തിയുള്ളതും ആയി മാറുന്നു. കൂടാതെ അതിനൊരു പ്രസരിപ്പും ഉന്മേഷവും ഉണർവും ലഭിക്കുന്നു. സ്കിന്നിലുള്ള ഇംപ്യൂരിറ്റീസിനെ അത് അകറ്റാൻ സഹായിക്കുന്നു. എപ്പിലിഫ്റ്റ് കോംപ്ലക്സ് ടെക്നോളജിയാൽ അധിഷ്ഠിതമാണ്. സ്വാഭാവികമായിട്ടുള്ള സ്കിന്നിന്റെ മോയിസ്റ്റ് ലെവലും ഹൈഡ്രേഷനും വീണ്ടെടുക്കുന്നതിനും സ്കിന്നെ സോഫ്റ്റ് സ്മൂത്തും ആക്കുന്നതിനും ഈ പ്രോഡക്റ്റ് സഹായകമാണ്. അപ്പം ക്ലെൻസിങ്ങില് ഏജ് റീഡിഫൈനിങ് സ്കിൻ കെയർ റെജിം പ്രോഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു 30+ അല്ലെങ്കിൽ ഒരു 26+ കൺസേൺസ് ഉള്ളവർ, ഏജിങ് ഉള്ളവർ ഉപയോഗിക്കാനായിട്ട് സാധ്യമാവുന്ന ഒരു ക്ലെൻസർ ആണ് ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ. ഉപയോഗിക്കേണ്ട രീതിയും വളരെ എളുപ്പമാണ്. ഇതൊരു പമ്പ് ടൈപ്പ് പ്രോഡക്റ്റ് ആണ്. പമ്പ്സ് ഉണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ കൈകൾ ഒന്ന് നനയ്ക്കുക, വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഉള്ളം കൈയിലോട്ട് 1-2 പമ്പ് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഈ ഫിംഗർ ടിപ്സിലോട്ട്, നമ്മുടെ 2 ഫിംഗർ ടിപ്സിലോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ 3 6 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാവുന്ന
സർക്കുലർ മോഷനിൽ ഒന്നിങ്ങനെ കൊടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് നല്ലോണം എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ശരിയായ രീതിയിൽ ഒന്നുകൂടി സർക്കുലർ മോഷനിൽ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാവുന്ന ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ മൂവ്മെന്റ്സ് നടത്തി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നല്ലോണം വെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ടെക്സ്ചർ ഒരു ഫോം ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. അതേ ഉണ്ടാവും. കോഡ് UC5904 എന്നുള്ളതാണ്. നെറ്റ് കണ്ടന്റ് 80 ml ആണ്. 80 ml പ്രോഡക്റ്റ് ആണുള്ളത്. 999 രൂപയാണ് MRP. 869 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 521.22 ആണ് ബിസിനസ് വോളിയം. 19.3 ആണ് പോയിന്റ് വോളിയം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഡെയിലി സ്കിൻ കെയർ റെജിമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഏജ് റീഡിഫൈനിങ് റേഞ്ചിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ ആണ്. നമുക്ക് ഏജിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഏജിങ് സയൻസ് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ ആണ്. ക്ലെൻസിങ്ങിന് ശേഷമാണ് നമുക്കറിയാം ടോണിംഗ് ആയിട്ട് നമുക്ക് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ടോണിംഗ് ഇഫക്റ്റ് കൊടുക്കാനും ടോണർ ആയിട്ട് വർക്ക് ചെയ്യാനും ഒരു പ്രോഡക്റ്റ് ആണുള്ളത്. ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ്. നമ്മുടെ സ്കിന്നിനെ ടോൺ ചെയ്യുന്നതോടൊപ്പം തന്നെ പോർസിനെ, സുഷിരങ്ങളെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് മിനിമൈസ് ചെയ്യാനും സഹായകമാണ് ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ്. ഇതൊരു വാട്ടർ ലൈക്ക് ടോണർ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും, ഈ എല്ലാ പ്രോഡക്റ്റും ഏത് സ്കിൻ ടൈപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്കിൻ ടൈപ്പ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാട്ടർ ലൈക്ക് ടോണർ ആണ് ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ്. സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ധാരാളം വിറ്റമിൻസിന്റെയും പോഷകങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് സ്കിന്നെ പ്രസരിപ്പുള്ളതാക്കി മാറ്റുന്നു. സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ്സും കാന്തിയും വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു. കൂടാതെ പരമാവധി മോയിസ്റ്റ് സ്കിന്നിലും നിലനിർത്തി സ്കിന്നെ സോഫ്റ്റും സ്മൂത്തും ആക്കി സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റിക്ക് അകറ്റുന്നതിനും ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ് സഹായകമാണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ക്ലീനിങ് നമ്മുടെ സ്കിന്നിൽ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട രീതി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോർസിനെ അത് മിനിമൈസ് ചെയ്യും. വാട്ടർ ഓയിൽ ബാലൻസ് സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓയിലി ആവാതെയും ഡ്രൈ ആവാതെയും സ്കിന്നിനെ കാത്തു സംരക്ഷിക്കും. കൂടാതെ ഏത് ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും അതിന്റെ അബ്സോർപ്ഷനെ ലെവലിനെ തോതിനെ മെച്ചപ്പെടുത്തി നമുക്ക് ഫാസ്റ്റർ റിസൾട്ടും ബെറ്റർ റിസൾട്ടും നേടിത്തരുന്നതിനും ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ് ആസ് എ ടോണർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം വേണം ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ് ഉപയോഗിക്കാനായിട്ട്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അക്യുമുലേറ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ ഇത് അകറ്റുകയും പോർസിനെ മിനിമൈസ് ചെയ്യുന്നു. കൂടാതെ സ്കിന്നിൽ പരമാവധി മോയ്സ്റ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡ്രൈ ആവാതെയും ഓയിലി ആതെയും കാത്തു സംരക്ഷിക്കുന്നു. എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് സ്കിന്നിലെ ഏജിങ്ങിനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് പ്രതിരോധിക്കുന്നതിനും പരമാവധി മോയ്സ്ചറൈസേഷൻ സ്കിന്നിനെ ഹോൾഡ് ചെയ്ത് നിലനിർത്തി സ്കിന്നിനെ സോഫ്റ്റും സ്മൂത്തും ആക്കുന്നതിനും സഹായകമാണ് ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ്. ഉപയോഗിക്കേണ്ട രീതി ഏജ് റീഡിഫൈനിങ് പവർ ലിഫ്റ്റ് ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഏജ് റീഡിഫൈനിങ് പോർ മിനിമൈസിങ് മിസ്റ്റ് ഒരു 8 മുതൽ 10 സെന്റിമീറ്റർ ദൂരെ വെച്ചതിന് ശേഷം 1-2 സ്പ്രേ മുഖത്തും കഴുത്തിലും എത്തത്തക്ക രീതിയിൽ 1-2 സ്പ്രേ കൊടുക്കുക. പിന്നെ കഴുകി കളയേണ്ട ആവശ്യമില്ല, തുടയ്ക്കേണ്ട ആവശ്യമില്ല. അല്പസമയം കൊടുക്കുക അത് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് ഉപയോഗപ്പെടുത്താനായിട്ട്. 2 നേരം, രാവിലെയും വൈകിട്ടും, രാവിലെ ക്ലെൻസിങ്ങിന് ശേഷം ആസ് എ ടോണർ ആയിട്ട് ഉപയോഗിക്കാം. ഈവനിങ്ങിൽ ക്ലെൻസിങ്ങിന് ശേഷം ആസ് എ ടോണർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ലൈറ്റ് വെയിറ്റ് വാട്ടർ ബേസ്ഡ് മിസ്റ്റ് ആണ്. ഓക്കെ, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നോൺ സ്റ്റിക്കി മിസ്റ്റ് ആണ്. 100 ml ആണ് നെറ്റ് കണ്ടന്റ്. 999 രൂപയാണ് MRP. 869 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 521.22 ബിസിനസ് വോളിയാണ് നമുക്ക് ലഭിക്കുക. 19.3 പോയിന്റ് വോളിയും നമുക്ക് ലഭിക്കും. അപ്പൊ ക്ലെൻസിങ് നമ്മൾ കണ്ടു, ടോണിങ് കണ്ടു, അതിന്റെ പ്രോഡക്റ്റ്സ് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ ആ കൺസേൺസിനെ അകറ്റാൻ സാധിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓൾ ഓവർ ദ ഫേസിലോട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഏജ് റീഡിഫൈനിങ് കൊളാജിൻ ബൂസ്റ്റിംഗ് സീറം. ഏജ് റീഡിഫൈനിങ് കൊളാജിൻ ബൂസ്റ്റിംഗ് സീറം
വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റീഡിഫൈനിങ് കൊളാജൻ ബൂസ്റ്റിംഗ് സീറം. നമ്മുടെ ഡെയിലി സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ് റീഡിഫൈനിങ് കൊളാജൻ ബൂസ്റ്റിംഗ് സീറം. വിറ്റാമിൻ എയിനാലും വിറ്റാമിൻ സിനാലും ഇത് സമ്പുഷ്ടമാണ്. കൂടാതെ നമ്മുടെ സ്കിന്നില് പ്രീമച്വർ ഏജിങ്ങിന്റെ സയൻസ് തടയുന്നതിനും സ്കിന്നിലെ യുവത്വത്തിൽ നിലനിർത്തുന്നതിനും പരമാവധി ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സ് കൊടുത്ത് സ്കിന്നിന്റെ സെല്ലിനെ ഡാമേജ് പ്രതിരോധിക്കുന്നതിനും റീഡിഫൈനിങ് കൊളാജൻ ബൂസ്റ്റിംഗ് സീറം നമുക്ക് സപ്പോർട്ടീവ് ആണ്. വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോർമുലേഷൻ കോമ്പിനേഷൻ ഉള്ള ഒരു ലിഫ്റ്റിംഗ് സീറമാണ്. ഇതൊരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. വളരെ കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ് ആണ്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് സ്കിന്നിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യുന്നതിനും സ്കിന്നിനെ എൻവയൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഡാമേജ് അകറ്റുന്നതിനും അതിനാവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നനുനനുപ്പ് കൊടുത്ത് സംരക്ഷിക്കുന്നതിനും ഉള്ളിൽ നിന്ന് അതിനെ റിപ്പയർ ചെയ്യുന്നതിനും കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസേഷൻ നനുനനുപ്പ് കൊടുക്കുന്നതിനും കൂടാതെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് സ്കിന്നെ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായകമാണ്. സോ സ്കിന്നിന് സംഭവിച്ചിട്ടുള്ള ഡാമേജസ് നിന്ന് സ്കിന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ഇത് സഹായിക്കുന്നു. വിറ്റാമിൻസിന്റെയും റെറ്റിനോളിന്റെയും 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് 3C ആക്ഷൻ, റെറ്റിനോൾ ഓർ വിറ്റാമിൻ എ, എപ്പിലിഫ്റ്റ് കോംപ്ലക്സ്. ഇതിന്റെ മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ ഒരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് സ്കിന്നിന് ആവശ്യമായ ഹൈഡ്രേഷൻ നനുനനുപ്പ് കൊടുക്കുകയും സ്കിന്നിന് ഉള്ളിൽ നിന്ന് അതിന് സംഭവിച്ചിട്ടുള്ള ഡാമേജിനെ റിപ്പയർ ചെയ്യുകയും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുത്ത് സ്കിന്നിനെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും സ്കിന്നിനെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യാനായിട്ട് ഇത് സഹായകമാണ്. കൂടാതെ സെൽ ടേൺ ഓവർ റേഷ്യോ മെച്ചപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്കിൻ റിന്യൂവൽ പ്രോസസ്സ് ത്വരിതപ്പെടുത്തുന്നു. അതുവഴിയായിട്ട് ഒത്തിരി സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള യുവത്വം തുളുമ്പുന്ന കാന്തിയുള്ള സ്കിന്ന് നമുക്ക് ലഭിക്കുന്നു. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിന്നിലെ ഏജിങ് ലൈക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ അകറ്റുന്നതിനും സ്കിന്നിനെ യുവത്വത്തിലും പ്രസരിപ്പ് നിലനിർത്തുന്നതിനും ഈ പ്രോഡക്റ്റ് സഹായകമാണ്. ഉപയോഗിക്കേണ്ട രീതി ഡ്രോപ്പേഴ്സോട് കൂടിയാണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ 1, 2, 3, 4 ഡ്രോപ്സ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്സിലോട്ട് ഡ്രോപ്സ് എടുത്ത് 1, 2, 3, 4, 5, 6, 7 ഡ്രോപ്പ് കൊടുക്കാം. ദെൻ ഈ കണ്ണിന് തൊട്ട് താഴെയുള്ള ഈ ഭാഗം ഒഴിവാക്കിയിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഓൾ ഓവർ ദ ഫേസ് നെക്കും നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ തൊട്ട് താഴെ ഇവിടെ ഒരു ബോൺ ഉണ്ട് ഈ ഭാഗത്ത്, അതിന് മുകളിലോട്ടുള്ള ഭാഗത്ത് ഒഴിവാക്കുക. ഓക്കെ, ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ചെയ്യാം. മോയ്സ്ചറൈസറിന് മുൻപായിട്ട് ചെയ്യാം ക്ലെൻസിങ്, ടോണിങ്. അതിനുശേഷം ഈ റീഡിഫൈനിങ് കൊളാജൻ ബൂസ്റ്റിംഗ് സീറം അപ്ലൈ ചെയ്യാം. അത് ഡ്രൈ ആവാനായിട്ട് 1 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം വേണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതൊരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്. അതേസമയം ക്ലെൻസിങ്ങും ടോണിങ്ങും മതി, ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി മോയ്സ്ചറൈസേഷനോട്ട് പോകാവുന്നതാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ടെക്സ്ചർ ആണ്. ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നില്ല, ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ തോന്നുന്നില്ല. വളരെ എളുപ്പത്തിൽ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നു. 1299 രൂപയാണ് ഇതിന്റെ MRP. 18 ml ആണ് പ്രോഡക്റ്റ് ഉള്ളത്. 1129 രൂപയാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ലഭിക്കുക. 677.74 ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റും കൂടി ഉണ്ട്. ഓക്കെ, അത് സ്പെഷ്യലായിട്ട് കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ റീഡിഫൈനിങ് അണ്ടർ ഐ റിക്കവറി കോൺസെൻട്രേറ്റ്. നമുക്ക് കണ്ണിന് താഴെ സംഭവിക്കുന്ന ഡാമേജസും ഡൾനെസ്സും ഡാർക്ക് ഷെയ്ഡ്സും ഫൈൻ ലൈൻസും പഫിനെസ്സും ഒക്കെ അകറ്റി കണ്ണുകൾക്ക് ഓജസ്സും ജീവനും പ്രസരിപ്പും കൊടുക്കുന്നതിനും അത് നമ്മുടെ മൊത്തത്തിലുള്ള സ്കിൻ കെയർ റൊട്ടീനുമായിട്ട് യോജിച്ചു പോകുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റീഡിഫൈനിങ് അണ്ടർ ഐ റിക്കവറി കോൺസെൻട്രേറ്റ്. അണ്ടർ ഐ റിക്കവറി കോൺസെൻട്രേറ്റ്. അപ്പൊ നമ്മുടെ കണ്ണുകൾക്ക് താഴെയുള്ള സ്കിന്നില്, കണ്ണുകൾക്ക് ചുറ്റുമുള്ള സ്കിന്നില് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് റിക്കവറി ചെയ്ത് ഇതിനെ മെച്ചപ്പെടുത്തി മുൻപോട്ട് പോകുന്നതിന് സഹായകമാണ് റീഡിഫൈനിങ് അണ്ടർ ഐ റിക്കവറി കോൺസെൻട്രേറ്റ്. നമ്മുടെ ഏറ്റവും ലോലമായിട്ടുള്ള ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഐ ബാഗ്സും അതുപോലെ ഐ ഷാഡോസിനെയൊക്കെ അകറ്റാൻ സഹായിക്കുന്നു, ഡിസ്കളറേഷനെ അകറ്റാൻ സഹായിക്കുന്നു. കൂടാതെ പ്രീമച്വർ, ഈ കണ്ണിന്റെ ചുറ്റുമുള്ള ഭാഗത്തെ പ്രീമച്വർ ഏജിങ് കുറയ്ക്കുന്നു. ക്രോഫീറ്റ് അകറ്റുന്നതിനും ഈ തൊട്ട് താഴെയുള്ള ഭാഗത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും പ്രതിരോധിക്കുന്നതിനും ഈ പ്രോഡക്റ്റ് സഹായകമാണ്. ഇതൊരു സ്പെഷ്യൽ ഫോർമുലേഷൻ ആണ്. കണ്ണുകൾക്ക് ഈ ചുറ്റുമുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. എപ്പിലിഫ്റ്റ് കോംപ്ലക്സിന്റെയും
സ്മാർട്ട് വിറ്റമിൻസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. കണ്ണുകൾക്ക് ചുറ്റുമുള്ള സ്കിന്നിനെ പ്രസരിപ്പ് കൊടുക്കാനും അതിനാവശ്യമായിട്ടുള്ള ഗ്ലോ കൊടുക്കുന്നതിനും പരമാവധി ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ നിലനിർത്തി അതിനെ പ്രസരിപ്പുള്ളതാക്കി മാറ്റി സംരക്ഷിക്കുന്നതിനും സഹായകമാണ്. ഓരോ തവണ അപ്ലൈ ചെയ്യുന്നതിന് ശേഷവും നമ്മുടെ സ്ട്രെസ്സും ഫാറ്റീഗും കണ്ണുകൾക്ക് ഉള്ള സ്ട്രെസ്സും ഫാറ്റീഗും കുറഞ്ഞു വരുന്നതായിട്ടും കണ്ണുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസരിപ്പും കാന്തിയും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉപയോഗിക്കേണ്ട രീതി ഒരു ആപ്ലിക്കേറ്ററിനോടൊപ്പമാണ്. നിങ്ങൾക്ക് ആ ബോട്ടില് ആപ്ലിക്കേറ്ററിലോട്ട് എന്ത് ചെയ്യാം, സ്ക്യൂസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ഈ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മോതിരവിരൽ എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ ഈ രീതിയിൽ സർക്കുലർ മോഷനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഈ ഭാഗം കൂടി കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്രോഫ്ലിറ്റ് ഈ ഭാഗത്താണ് സംഭവിക്കുക. ഈ രീതിയിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ കവർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2 നേരം ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ട്രീറ്റ്മെന്റ് സീറം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ശേഷമാണ് അണ്ടർ ഐ റിക്കവറി കോൺസെൻട്രേറ്റ് ഉപയോഗിക്കേണ്ടത്. ഉപയോഗരീതി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലെൻസിങ്, ടോണിങ്, അതുപോലെ നമുക്ക് മുഖത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇത് തൊട്ട് താഴെ ഈ ഭാഗത്ത് ഉപയോഗിക്കില്ല. ബാക്കി എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, 1299 രൂപയാണ് MRP. 1129 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 12 ml ആണ് പ്രോഡക്റ്റ് ഉള്ളത്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കണ്ണുകൾക്ക് ചുറ്റുമുള്ള കൺസേൺസിനെ, ഏജിങ്ങിനെ അകറ്റി സ്കിന്നിനെ മെച്ചപ്പെടുത്തുന്നതിനും പഫിനെസ് പോലെയുള്ള ഐബാഗ്സ് പോലെയുള്ള കൺസേൺസ് അകറ്റി സ്കിന്നെ സംരക്ഷിക്കുന്നതിനും സഹായകമാണ്. അപ്പം ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു. ക്ലെൻസർ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു, ടോണർ പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. ദെൻ ട്രീറ്റ്മെന്റിൽ നമുക്ക് 2 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് മുഖത്തേക്ക് വേണ്ടിയുള്ളത്, ഒന്ന് കണ്ണുകൾക്ക് ചുറ്റിന് വേണ്ടിയുള്ളത്. രണ്ടും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഡേ ടൈം ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡേ ക്രീം ആണ്. ഇതൊരു മോയ്സ്ചറൈസർ ആണ് വിത്ത് SPF 15. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചറുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. വളരെ എളുപ്പത്തിൽ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. സ്കിന്നിലെ വിസിബിൾ ഫൈൻ ലൈൻസിന്റെയും റിങ്കിൾസിന്റെയും ഒക്കെ അവസ്ഥകൾ കുറച്ച് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റിയെ മെച്ചപ്പെടുത്തി ടോൺ ഏകീകൃതമാക്കി അതോടൊപ്പം തന്നെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ, മോയ്സ്ചറൈസേഷനും കൊടുക്കാനും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. വിത്ത് SPF 15 ആണ്. ദാറ്റ് മീൻസ് 15x10. ഓൺ ആൻ ആവറേജ് 150 മിനിറ്റ്സ് ആണ് നമുക്ക് UVA റേസിൽ നിന്നും UVB റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുക. ഈ പ്രോഡക്റ്റിന്റെ USPs പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്കിന്നിന്റെ ഫേംനെസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്നു, ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുന്നു, ദൃഢത കൈവരിക്കാൻ സഹായിക്കുന്നു, ടെക്സ്ചർ, സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും ഇംപ്രൂവ് ചെയ്യുന്ന വഴിയായിട്ട് സ്കിന്നിന് യുവത്വമുള്ളതായി മാറുന്നു. സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കുന്നു, സ്ട്രെസ് ഡാമേജ് കുറയ്ക്കുകയും ഫ്രീ റാഡിക്കൽ ഡാമേജിനെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്കിൻ സോഫ്റ്റും സ്മൂത്തും ആകുന്നു. അതിന്റെ ടോൺ ഏകീകൃതമായിട്ട് മാറുന്നു. 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും റെറ്റിനോളിന്റെയും എപ്ലിഫ്റ്റ് കോംപ്ലക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഏജിങ് കുറയ്ക്കുന്നതിനും കൊളാജിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും അതുവഴി സ്കിന്നിനെ ദൃഢതയുള്ളതാക്കി മാറ്റുന്നതിനും ഹെൽത്തിയർ ആക്കി മാറ്റുന്നതിനും ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ സഹായകമാണ്. അതുവഴി ഫൈൻ ലൈൻസും റിങ്കിൾസിനെയും ചേർക്കുകയും യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു. SPF 15 വളരെ ഇഫക്റ്റീവ് ആയിട്ട് UVA-B റേസിൽ സ്കിന്നിനെ പ്രതിരോധിക്കുന്നു. ഉപയോഗിക്കേണ്ട രീതി എല്ലാ ദിവസവും മോർണിംഗിൽ ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം അല്പം പ്രോഡക്റ്റ് നമുക്ക് ഫിംഗർ ടിപ്സിലോട്ട് എടുത്ത് ഡോട്ട്സ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ സർക്കുലർ മോഷനിൽ സൈഡ്വേർഡ്സ് ഡൗൺവേർഡ്സ് ചെയ്യാം. ഏത് പ്രോഡക്റ്റ് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നത് അത് ഡൗൺവേർഡ് അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ പ്രോഡക്റ്റും സൈഡ്വേർഡ്സ് ഡൗൺവേർഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ണുകളുടെ തൊട്ട് താഴെയുള്ള ഭാഗം ഒഴിവാക്കാം, കാരണം ഓൾറെഡി നമ്മൾ അവിടെ ഡ്രൈ റിക്കവറി കോൺസെൻട്രേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2299 രൂപയാണ് ഇതിന്റെ MRP. 30 gram ആണ് പ്രോഡക്റ്റ്. 1999 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. നെറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 30 gram ആണ്. ഓക്കെ, 1199.48 ആണ് ബിസിനസ് വോളിയം നമുക്ക്. ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് റീഡിഫൈനിങ് നൈറ്റ് ക്രീം. അപ്പം ഡേ ടൈം മോയ്സ്ചറൈസേഷനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്രീം ഉപയോഗിക്കുന്നു. ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ട്രീറ്റ്മെന്റ് പ്രോഡക്ട്സിനും ശേഷം. നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ശേഷമാണ് നമ്മൾ
ഏജ് റീഡിഫൈനിങ് നൈറ്റ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുക. വളരെ നോൺ ഗ്രീസി ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ്. വളരെ എളുപ്പത്തിൽ സ്കിന്നോട്ട് അബ്സോർബ് ആവുന്നു. സ്കിന്നില് ഏജിങ് കൺസേൺസ് അകറ്റുന്നതിനും സോഫ്റ്റ്നെസ്സും സ്മൂത്ത്നെസ്സും വീണ്ടെടുക്കുന്നതും ഫൈൻ ലൈൻസും റിങ്കിൾസും അകറ്റി സ്കിന്നെ സ്വാഭാവികമായിട്ടുള്ള കാന്തിയിലും യുവത്വത്തിലും പ്രസരിപ്പിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ, നനുനനുപ്പ് കൊടുത്ത സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. സ്കിന്നെ ഉള്ളിൽ നിന്ന് തന്നെ റിപ്പയർ ചെയ്യുന്നു. സംഭവിച്ച ഡാമേജിനെ റിപ്പയർ ചെയ്യുന്നു. സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ള ഹെൽത്തും ഗ്ലോയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. സ്കിന്ന് പ്രസരിപ്പ് കൊടുക്കുന്നു. സോ ഓരോ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പരമാവധി റിപ്പയറും സ്കിന്നിൽ നേടിത്തരുന്നതിനും അതോടൊപ്പം മോയ്സ്ചറൈസേഷൻ കൊടുത്ത സ്കിന്നെ വളരെ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സ്വാഭാവികമായി തന്നെ സ്കിന്നിലെ കൊളാജിനെ ബിൽഡ് ചെയ്യുന്നു, എലാസ്റ്റിനെ മെച്ചപ്പെടുത്തുന്നു. അതുവഴി കൊളാജിൻ എലാസ്റ്റിൻ ബോണ്ട് ദൃഢമാക്കി നമ്മുടെ സ്കിന്നിലെ യുവത്വം നിലനിർത്തുന്നു. ഫൈൻ ലൈൻസും റിങ്കിൾസിനുമുള്ള സാധ്യതകളെ ചെറുക്കുന്നു. ഹൈലൂറോണിക് ആസിഡിന്റെയും 3C ആക്ഷൻ സിസ്റ്റത്തിന്റെയും എപ്പിലിഫ് കോംപ്ലക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇന്റൻസീവ് ആയിട്ട് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ നനുനനുപ്പ് കൊടുക്കും. സെൽ ടേൺ ഓവർ അല്ലെങ്കിൽ സെൽ റിന്യൂവൽ പ്രോസസ്സ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കൂടാതെ ആ സ്കിന്നില് സ്വാഭാവികമായിട്ടുള്ള അതിന്റെ പ്രസരിപ്പും കാന്തിയും വളരെ പെട്ടെന്ന് വീണ്ടെടുക്കുന്നതിനും സഹായകമാണ്. അപ്പം ഡേ ടൈമിനകത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു, ഓക്കെ, റിപ്പയർ സംഭവിക്കുന്നു, മോയ്സ്ചറൈസേഷൻ ലഭിക്കുന്നു. നൈറ്റ് ടൈമിനകത്ത് നമുക്ക് മോയ്സ്ചറൈസേഷൻ സംഭവിക്കുന്നു, റിപ്പയർ സംഭവിക്കുന്നു. കാരണം ഇതിനകത്ത് SPF ഇല്ല, നൈറ്റ് ടൈമിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് ആണ്. ഒരു പീ സൈസ്ഡ് എമൗണ്ട് ഏതൊരു മോയ്സ്ചറൈസറും എടുക്കുമ്പോൾ എടുത്ത് ഡോട്ട്സ് കൊടുത്തതിന് ശേഷം ഓൾ ഓവർ ദ ഫേസിലും നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ണിന് തൊട്ട് താഴെയുള്ള ഭാഗം ഒഴിവാക്കുക. ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. നൈറ്റ് ടൈം മോയ്സ്ചറൈസർ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ സ്കിന്നിനുള്ളിൽ റിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കും. അല്ല, ക്ലെൻസിങ്ങിനും ടോണിങ്ങിനും ശേഷം ട്രീറ്റ്മെന്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ല, അതിനു ശേഷമായിരിക്കും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നൈറ്റ് ടൈമിന് വേണ്ടിയിട്ടുള്ളതാണ്. 2299 രൂപയാണ് MRP, 1999 രൂപയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. 30 ഗ്രാമാണ് നെറ്റ് കണ്ടന്റ്, 1199.48 ആണ് ബിസിനസ് വോളിയം.